അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് സുഹൈൽ എന്നു പേരായിട്ടുള്ള 18 വയസ്സുകാരനായ ഒരു വിദ്യാർത്ഥി. ആ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയാണ് യഥാർത്ഥത്തിൽ ആ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷയായിട്ട് വളർന്നു വരുന്ന ഒരു കുഞ്ഞിമോനാണ്. എന്ന് പറഞ്ഞാൽ ആ ഉപ്പയാവട്ടെ ഈ പറയുന്ന ഏറ്റുമാനൂർ സ്വദേശിയാണ്. ഏറ്റുമാനൂർ തന്നെയാണ് ഇവരുടെ വീടും. എന്നും ദിനം പ്രതി കോളേജിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നു. അന്നേ ദിവസവും കോളേജിലേക്ക് പോയതാണ്. ഏകദേശം 7-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഈ കുട്ടി കോളേജിലേക്ക് പോകുന്നത്. ഉമ്മാനെയൊക്കെ കെട്ടിപ്പിടിച്ച് ഒരു മുത്തം കൊടുത്ത് സന്തോഷത്തോടു കൂടെ യാത്രയാക്കിയ മോനാണ്. എല്ലാ ദിവസവും അങ്ങനെ ഉമ്മയോട് തമാശയും കെട്ടിപ്പിടുത്തവും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാ ദിവസവും കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കി, എന്തുമാത്രം വിഷമകരമായ ഒരു സംഭവമാണ്. ആ കുഞ്ഞിനെയാണ് യഥാർത്ഥത്തിൽ പിന്നീട് മീനച്ചിലാറിൽ പൊങ്ങിക്കിടക്കുന്ന ശവമായിട്ട് കാണുന്നത്. ഏതൊരു മാതാപിതാക്കൾക്കാണ് അത് സഹിക്കാൻ കഴിയുക? ഏതൊരു കുടുംബക്കാർക്ക്, ഏതൊരു സുഹൃത്തുക്കൾക്കാണ് അത് കാണാൻ കഴിയുക? അള്ളാഹുവേ, ഇത്തരത്തിലുള്ള വേദനാജനകമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. ആകസ്മികമായ മരണത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംശയകരമായ ദുരൂഹമായ മരണത്തിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ. അള്ളാഹുവെ, ആ കുടുംബത്തിന് നീ ക്ഷമ നൽകി സഹായിക്കണേ. ആ പൊന്നുമോന് നീ സ്വർഗം നൽകി സഹായിക്കണേ. എന്തു തന്നെയായാലും 18 വയസ്സ് പ്രായം മാത്രമേ ആയിട്ടുള്ളൂ. ആ മകൻ്റെ കാര്യത്തിൽ എന്തുമാത്രം പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ ആ കുടുംബങ്ങൾ ഉള്ളത്. നമുക്കൊക്കെ ആലോചിച്ച് നോക്കിയാൽ അറിയാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ആ പെൺകുട്ടികൾ, ഇവർ ഓരോ ദിവസവും കണ്ണിൽ എണ്ണയൊഴിച്ചാണ് ഈ മക്കളുടെ വരവും പോക്കും ഓരോ മാതാപിതാക്കളും ഈ കാലത്ത് പ്രത്യേകം കാത്തിരിക്കുന്നത്. 4:30 മണിക്ക് 5 മണിക്ക് കോളേജ് കഴിഞ്ഞ് വെട്ടുന്നത് വരേക്കും ഒരു സെക്കൻഡ് പോലും, ഒരു മിനിറ്റ് പോലും 5:01 ആയാൽ 5:02 ആയാൽ ആ മാതാപിതാക്കളുടെ മനസ്സിൽ തീയാണ്. ഈ കാലഘട്ടത്തിൽ ആണായാലും പെണ്ണായാലും എവിടെയാണ് എൻ്റെ മകൻ, എന്തുകൊണ്ട് എത്തിയില്ല? പല വഴിക്കും അവിടെ ചിന്തകൾ ഓടിപ്പോകും. ആലോചിച്ച് നോക്കി, ഈ സാഹചര്യത്തിലാണ് കാത്തിരുന്നിട്ടൊന്നും കാണാതെ വന്നപ്പോഴാണ് അവർ പോലീസിൽ പരാതി കൊടുക്കുന്നത്. അതിനെ തുടർന്നുള്ള തെരച്ചിലിലാണ് യഥാർത്ഥത്തിൽ ഈ മീനച്ചിലാറിൽ ഈ കുഞ്ഞിമോൻ്റെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്നത് കാണുന്നത്. ആലോചിച്ച് നോക്കി, എന്തൊരു സന്തോഷത്തിൽ വിട്ടുപിരിഞ്ഞ ആ മകനെ വെട്ടിപ്പൊളിച്ച രീതിയിൽ, എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്ത കെട്ടിത്തുന്നിയ രീതിയിലാണ് പിന്നീട് ആ വീട്ടുകാർ കണ്ടെത്തുന്നത്, വീട്ടിലേക്ക് എത്തുന്നത്. എന്തൊരു വിഷമകരമായ അവസ്ഥയാണ്. അള്ളാഹുവെ, ഇത് ആർക്കും നീ ജീവിതത്തിൽ നൽകല്ല. അതാണ് ആദ്യമായിട്ട് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. മാത്രമല്ല, നമ്മളൊക്കെ പറയാറുണ്ട് സാധാരണ രീതിയിലുള്ള ആളുകൾ പറയും, എന്നെ നോക്കാനുള്ളവനാണ് എൻ്റെ ഈ മകൻ, എൻ്റെ മയ്യത്തും തല പിടിക്കുക എന്നൊക്കെയാണ് ചില സ്ത്രീകളും ചില പുരുഷന്മാരും ഒക്കെ പറയുക. അതിന് വലിയ അർത്ഥമൊന്നുമില്ല. മയ്യത്തിൻ്റെ തല ആരെങ്കിലും പിടിക്കട്ടെ, അതിലെന്താ ഒരു പ്രത്യേകത? മയ്യത്തിൻ്റെ തല പിടിക്കുന്നത് കൊണ്ടല്ല പ്രത്യേകത. അത് ആളുകൾ അങ്ങനെ വിവരമില്ലാതെ പറയുന്ന ഒരു സമൂഹം അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു മകൾ എന്ന് പറഞ്ഞാൽ വലതും സാലിഹും യദ്ഹൂലഹു, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. സാലിഹായിട്ടുള്ള ആ മക്കളുടെ ആ പ്രാർത്ഥന ഈ മാതാപിതാക്കൾക്ക് ഇരുലോകത്തും ഗുണകരമായിട്ടുള്ളതാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, റബ്ബന ഹബ്ലന മിൻ അദ്വാജിന വദുർറിയാതിന ഖുർറത അഹ്യുനിൻ. നോക്കണം, കണ്ണ് കുളിർമയാക്കുന്ന മക്കളെയാണ് നീ ഞങ്ങൾക്ക് നൽകണമേ, 2 ലോകത്തും ഗുണകാരികൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ ചെയ്തികളും ഓരോ പ്രവൃത്തികളും നോക്കണം, നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ കൗതുകത്തോടുകൂടെ നോക്കിക്കാണുകയാണ് അല്ലേ? ആ കുഞ്ഞി മകൻ്റെ മയ്യത്താണ്. ദുരൂഹമായ രീതിയിലാണ് ഇപ്പോഴും ആ മയ്യത്ത്. ആ മരിക്കാൻ എന്താണ് കാരണം? തികച്ചും ഏറ്റുമാനൂരിൽ സ്റ്റോപ്പിൽ ഇറങ്ങുന്ന, മാത്രമല്ല ഉപ്പാക്ക് അവിടെ ഒരു ജനറൽ സ്റ്റോറുണ്ട്. അഥവാ നൗഷാദ് എന്നു പേരായ ഉപ്പാക്ക് ഈ ഏറ്റുമാനൂർ മുക്കിൽ തന്നെ ഈ ബസ് ഇറങ്ങുന്നിടത്ത് തന്നെയാണ് നൗഷാദിൻ്റെ ഒരു ജനറൽ സ്റ്റോർ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, ആലോചിച്ച് നോക്കും, പിന്നെ എവിടേക്കാണ് ഈ കുട്ടി പോയത്? ആ ഏറ്റുമാനൂരിൽ സ്റ്റോപ്പിൽ ഇറങ്ങിക്കണ്ടില്ല. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവൻ്റെ വേറെ ഉദ്ദേശം? സാധാരണ പതിവ് പോലെ ഇറങ്ങുന്ന ആ സ്റ്റോപ്പിൽ ഇറങ്ങാതെ പിന്നെ അവൻ എന്തിനാണ് ഈ മീനച്ചിലാറിൽ പോയി ഇറങ്ങിയത്? പല സംശയങ്ങളും, ഇതുവരെയും യാതൊരു ദുരൂഹതകളും അഥവാ തോന്നിവാസങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത, യഥാർത്ഥത്തിൽ വീട്ടുകാർ പറയുന്നത് പോലെ ഒരു സുഹൃത്തുക്കൾ പോലും ധാരാളമില്ലാത്ത, മറ്റു വഴിവിട്ട ഒരു ബന്ധങ്ങളുമില്ലാത്ത
ഒരു കുഞ്ഞു മോനായിട്ട് പോലും പിന്നെ ഇവൻ്റെ ഈ പ്രവൃത്തി എന്താണ് സംഭവിച്ചത്? ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയോ? അതിന് ഒരു ശത്രു ഉണ്ടാവാനുള്ള ഒരു കാരണമില്ല. മറ്റൊരു രീതിയിലുള്ള വെറുപ്പിൻ്റെ പകയുടെ വിദ്വേഷത്തിൻ്റെ ഒരു സാഹചര്യമായിട്ടില്ല. പിന്നെ കോളേജിലാവട്ടെ ഇത്തരത്തിലുള്ള റാഗിങ് പോലെയുള്ള ഒരു പരിപാടിയൊന്നും നടക്കുന്ന കോളേജുമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ കുഞ്ഞു മകൻ ജീവൻ കളഞ്ഞതാണോ, അതല്ല ആരെങ്കിലും തള്ളിയിട്ട് കൊന്നതാണോ, അതല്ല വേറെ എന്തെങ്കിലും കുടിക്കാൻ പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ആ മീനച്ചിലാറിൽ ഒന്ന് സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് കുളിക്കട്ടെ എന്ന് വിചാരിച്ച് പോയതാണോ? അതും അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും അങ്ങനെ സുഹൃത്തുക്കളോടൊപ്പം പോയി കുളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും ഒരു സുഹൃത്ത് കൂടെ കാണുമല്ലോ. ആ സുഹൃത്ത് വന്ന് പറയുമല്ലോ. അതല്ല ഇനി വേറെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി, വല്ല സുഹൃത്തുക്കളും തള്ളിയിട്ടതാണോ? അങ്ങനെ പല സംശയങ്ങളും, ഒരിക്കലും തീരാത്ത സംശയങ്ങളുമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സുഹൈൽ എന്ന് പറയുന്ന കുഞ്ഞിമോൻ യാത്രയായിട്ടുള്ളത്. വല്ലാത്തൊരു വേദനാജനകമായ സംഭവങ്ങളാണ്. നമ്മൾ കൈയാണോ കാലാണോ വളരുന്നത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഓരോ മാതാപിതാക്കളും അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. കഞ്ഞി വെള്ളം കുടിച്ചാലും അവർക്ക് വറ്റുകൊടുത്ത് ആലോചിച്ച് നോക്കുക. അത്രമാത്രം പ്രതീക്ഷകളോടുകൂടെയാണ് അവരെ വളർത്തുന്നത്. മാത്രമല്ല, ഒരു എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, ഒരു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് ആകുമ്പോൾ പ്രത്യേകിച്ച് എത്രമാത്രം ഫീസ് അടക്കാനുണ്ട്, പണം കൊടുക്കാനുണ്ട്, എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ആ മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. ആലോചിച്ച് നോക്കി. എന്തിനു വേണ്ടിയാണ്? തങ്ങൾക്ക് ദുന്യവിയായിട്ടുള്ള പ്രതീക്ഷയാണ് പ്രധാനമായിട്ടും ആളുകൾക്ക്. നാളെ പരലോകത്തേക്ക് ഒരു സമ്പാദ്യമായി തീരണമെന്നൊന്നുമല്ല കൂടുതൽ ആളുകളും ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ നിന്ന് തന്നെ മുതൽ കിട്ടണം, അതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ വളർന്ന് നല്ലൊരു എഞ്ചിനീയറായി, അല്ലെങ്കിൽ തൻ്റെ മകൻ ഒരു ഡോക്ടറായി, തൻ്റെ മകൻ ഒരു വക്കീലായി, അങ്ങനെ ഒരു വലിയ അഭിമാനപൂർവ്വം ഞാനൊക്കെ ധാരാളം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ മകൻ ഇപ്പോൾ ഡോക്ടറാണ്, അവന് വലിയ, എനിക്ക് പോലും അവസാനം സ്വന്തം ബാപ്പ പറയുന്ന ഒരു രംഗമുണ്ട്. ഒരു പരിചയത്തിൽപ്പെട്ട ഒരു കുടുംബക്കാരൻ അയാളുടെ മകനെ ഒന്ന് തനിക്ക് തീരെ പ്രഷർ കൂടിയിട്ട് തൻ്റെ മകനെ കാണുന്നതിന് വേണ്ടി ആലോചിച്ച് നോക്ക്, ഒന്ന് കൺസൾട്ടിങ് സ്ഥലത്തേക്ക് എത്തിയതാണ്. എന്നിട്ട് പോലും അവൻ്റെ തിരക്കു കാരണം സ്വാഭാവികമായിട്ടും അയാളെ ഒന്ന് വന്ന് എന്താണെന്ന് പെട്ടെന്ന് തിരക്കാൻ കഴിയാതെ പോയിരിക്കുന്നു. 2-3 ഘട്ടത്തിലായിട്ട് സിസ്റ്ററോട് പറയുന്നുണ്ട്, ഞാനിവിടെ വന്നിട്ടുണ്ട്, ഉപ്പ വന്നിട്ടുണ്ട് എന്ന്. സിസ്റ്ററെ നിങ്ങളൊന്ന് പറയൂ, എനിക്ക് തീരെ സുഖമില്ല. ആലോചിച്ച് നോക്കി. എന്നിട്ട് പോലും ഉള്ള എല്ലാ പേഷ്യൻറ്റുകളെയും നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവൻ തിരിച്ചു വന്നത്. അങ്ങനെ തിരിച്ചു വന്ന് നോക്കുമ്പോഴോ സ്വാഭാവികമായിട്ടും അഭിമാനിയായ ഒരു പിതാവ് എന്താ ചെയ്യുക? അയാൾ അവിടെ നിന്ന് പോയിരുന്നു, സ്ഥലം വിട്ടിരുന്നു. എന്നിട്ട് വേറെ ഒരു ക്ലിനിക്കിൽ പോയി കാണിച്ചാണ് അയാൾ തിരിച്ചു വീട്ടിലേക്ക് വന്നത്. അങ്ങനെ ഒരു അനുഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ എന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മൾ പൊന്നുപോലെ പ്രതീക്ഷിക്കുന്ന മക്കളുടെ ഓരോ അവസ്ഥ. അപ്പോൾ നമുക്ക് പണ്ടൊക്കെ ആളുകൾ പറയുന്നത് പോലെ കണ്ണിമാങ്ങ കണ്ട് നിങ്ങൾ കൊതിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ആ കണ്ണിമാങ്ങ ഒക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സംഗതിയാണോ? പറഞ്ഞുകൂടാ, അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അള്ളാഹുവെ റബ്ബന അബ്ലനാ മിൻ അസ്വാജിന വ ദുർരിയാത്തിന, ഞങ്ങളുടെ ഭാര്യയിൽ നിന്ന്, ഞങ്ങളുടെ സന്തതികളിൽ നിന്ന്, ഖുർറത്ത അഹ്യുനിൻ, കണ്ണ് കുളിർമയാകുന്ന മക്കളെ എന്ന് പറഞ്ഞാൽ 2 ലോകത്തും ഞങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള എന്നാണ് അർത്ഥം. ആ മക്കൾ തീർച്ചയായിട്ടും അയാൾക്ക് 2 ലോകത്തും ഉപകാരപ്പെടുന്ന മക്കളാണ്. ഇതിപ്പോൾ നേരത്തെ കണ്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? പാരത്രികമായ ജീവിതത്തെക്കുറിച്ച് യാതൊരു ബോധ്യം നൽകിയില്ല. ഭൗതികമായിട്ടുള്ള ഈ ലോകത്ത് മാത്രം ജീവിച്ച് സന്തോഷപ്പെട്ട് മുന്നോട്ട് പോകണം, അതുമാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് എന്തുണ്ടായില്ല? ആ മക്കളിൽ നിന്ന് 2 ലോകത്തും അയാൾക്ക് സന്തോഷമുണ്ടായില്ല. അങ്ങനെ എത്രയെത്ര പാഠങ്ങളാണ് നമുക്ക് മുമ്പിൽ അള്ളാഹു നിരത്തിയിട്ട് തന്നിരിക്കുന്നത്. ഒന്നും എന്ത് തന്നെ കണ്ടാലും കൊണ്ടാലും പറഞ്ഞാലും കേട്ടാലും മനസ്സിലാവാത്ത ഒരു സമൂഹമായിട്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മതപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ആ സുഹൈൽ എന്ന കുട്ടി, അത് ഏത് രീതിയിലാണ് ആ കുട്ടിയുടെ മരണമുണ്ടായത് എന്ന്. വല്ലാത്തൊരു വേദനാജനകം. തീർച്ചയായിട്ടും മരിച്ചതിനേക്കാൾ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മരണമാണെങ്കിൽ നമുക്ക് വിഷമമില്ല. അതല്ല പ്രത്യക്ഷത്തിൽ നമ്മൾ അറിയുന്ന കാരണം കൊണ്ട് മരിച്ചതാണെങ്കിലും പ്രശ്നമില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരു ബസ് ഇടിച്ചു, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ നിന്ന് വീണു മരിച്ചു, അല്ലെങ്കിൽ വേറെ വാർപ്പിൻ്റെ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു, അതൊക്കെ നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മരണങ്ങൾ ദുരൂഹമായിട്ട് നിൽക്കുന്നു. അതിൻ്റെ കുറ്റവാളി എവിടെയാണ്? അതിൻ്റെ സത്യം എങ്ങനെയാണ്? എത്രയെത്ര മരണങ്ങളാണ്?
അതിൻ്റെ ദുരൂഹതകൾ നീങ്ങാതെ ഇപ്പോഴും സംശയത്തിൻ്റെ പുറന്തോടുകൾക്കുള്ളിൽ കിടന്ന് വരഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും യാതൊരു വിവരവുമില്ല. അങ്ങനത്തെ ഒരു മരണമാണ് യഥാർത്ഥത്തിൽ ഈ സുഹൈലിൻ്റെ മരണം. ആ കുടുംബത്തെ അത് എത്രമാത്രം വേദനിപ്പിക്കുന്നു. അള്ളാഹുവെ, അത്തരത്തിലുള്ള മരണം അള്ളാഹുവെ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ല. അള്ളാഹുവെ, നീ കാത്തുരക്ഷിക്കണേ. അത്ര മരണത്തേക്കാൾ ഭീകരമാണ് ആ മരണത്തെക്കുറിച്ചുള്ള ദൂഹമായ സംശയങ്ങൾ ഇനി കിയാമം വരെ, എന്ന് പറഞ്ഞാൽ ഈ മാതാപിതാക്കളുടെയും കുടുംബത്തിൻ്റെയും മരണം വരെയും ആ സംശയം വേട്ടയാടിക്കൊണ്ടിരിക്കും, ആ സമൂഹത്തിൽ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതൊക്കെ നമ്മളുടെ ചുറ്റുഭാഗത്തും അത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ട്. അതൊക്കെ എന്നും നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അള്ളാഹുവെ, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വേദനാജനകമായ മരണം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നീ തരല്ല. ആകസ്മികമായ മരണം തരല്ല, അപകടകരമായ മരണം തരല്ല. അള്ളാഹുവെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവെ ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാലിഹീങ്ങളായ സന്തതികളെ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹുവെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.